ജിംഗിൾ ബെൽസിനൊപ്പം ടോപ്പ് സിംഗറിലെ നല്ല നല്ല പാട്ടുകളും കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പ് സിംഗർ ടീം മൊത്തം റെഡി ആയിരിക്കുകയാണ്. ഇവിടുത്തെ കുട്ടിപ്പാട്ടുകാരും കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരും ഒക്കെ ഇന്നിങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് ഒത്തിരി നല്ല നല്ല പാട്ടുകൾ പാടാനും കേൾക്കാനും ഒക്കെ ആയിട്ട്. ടോപ്പ് സിംഗറിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ഏറ്റവും ആദ്യം നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തതിനു ശേഷം നമുക്ക് പാട്ട് കേൾക്കാം അല്ലെ. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. ക്രിസ്മസ് സമയല്ലേ? അതെ, ഈ ക്രിസ്മസ് കാരൽ എന്നുള്ളത് എല്ലാ കാലത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എനിക്ക് കേട്ടോ, എനിക്ക് അതിൽ ജിംഗിൾ ബെൽസ് ഓഫ് കോഴ്സ് അല്ലേ? അതെ, ജിംഗിൾ ബെൽസ്, പിന്നെ സൈലന്റ് നൈറ്റ്, അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് എനിക്ക്. അപ്പൊ ഈ ജിംഗിൾ ബെൽസ് അല്ലേ, അതിന്റെ പിന്നിൽ ഇങ്ങനെ ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോ അത് 1857 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അത് കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജെയിംസ് ലോർഡ് പിയർപോണ്ട് എന്ന് പറഞ്ഞ ആളാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, അത് 1965 ആദ്യമായിട്ട് സ്പേസിൽ പ്ലേ ചെയ്ത സോങ് ആണ്. ആസ്ട്രോനോട്ട്സ് പ്ലേ ചെയ്ത സോങ് ആണ് ഈ ജിംഗിൾ ബെൽസ് എന്ന് പറഞ്ഞാൽ. ഒറിജിനലി അതൊരു ക്രിസ്മസ് സോങ് അല്ല, ക്രിസ്മസ് കാരൾ അല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിന്ററിന്റെ ഈ സ്ലേയും അതുപോലെ ബെൽസും അങ്ങനെയൊക്കെയുള്ള ഒരു പാട്ടായിരുന്നു. ഈ ബെൽസ് ഈ സ്ലേയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്താ വെച്ചാ, ഇങ്ങോട്ട് വരുന്ന സ്ലേകളുണ്ടല്ലോ പലത്, അതിനൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ട് ഇപ്പോഴത്തെ ഹോൺ പോലെയാണ് ബെൽസ്, അങ്ങനെയാണ്. പക്ഷെ അത് ക്രിസ്മസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നു. ഈ വിന്റർ, ഈ വൈറ്റ് ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ജിംഗിൾ ബെൽസ് ഒരു ക്രിസ്മസ് സോങ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. Dashing through the snow in a one-horse open sleigh. Oh, what fun it is dashing all the way. അതാണ് അത്. അതിന്റെ പിന്നിലുള്ള കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഏറ്റവും അധികം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ജിം റീവ്സ് പാടിയിട്ടുള്ളതാണ്. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ എന്ന് പറഞ്ഞ അത് ഭയങ്കര രസം. അത് ഭയങ്കര ബേസിലാണ് അദ്ദേഹത്തിന്റെ വോയിസ്. യേശുദാസ് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുള്ളതാണ് ജിം റീവ്സിന്റെ പാടുന്നത്. അത് ബാരിറ്റൺ വോയിസ് ആണ്. അപ്പൊ അതൊക്കെയാണ് ജിംഗിൾ ബെൽസിന്റെ കഥ. ഈ കഥയിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ കഥയിലേക്ക് തുടങ്ങാം. നല്ലൊരു ക്രിസ്മസ് കഥയായിരുന്നു അത്. നല്ലൊരു ഇൻഫർമേഷൻ. നമ്മൾ എപ്പോഴും ജിംഗിൾ ബെൽസ് കേൾക്കുമെങ്കിലും ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇത് കേൾക്കാൻ പറ്റിയതിൽ ഒത്തിരി MJ അങ്കിളുടെ അടുത്ത് എപ്പോഴും ഇങ്ങനത്തെ നല്ല കഥ കിട്ടും നമുക്ക്, എപ്പോഴും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഞങ്ങളാ പറയണ്ടേ താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മുടെ കഥ തുടങ്ങിയാലോ? റെഡി അല്ലേ? ആഘോഷിക്കാം അല്ലേ? ഓക്കെ. നമ്മളൊരു ചിറകുകളുള്ള മാലാഖയോടാണ് ഈ സംസാരിക്കാൻ പോകുന്നത്. ആര്യ ചേച്ചി, ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ സ്വന്തമായിട്ട്? ഈ മഞ്ഞത്ത് തടുപ്പ് എനിക്ക് തോന്നിയത് ഒരു പുതപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അങ്ങനെ പുതച്ചിരുന്ന് നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കാൻ പോവാണ്. 3 പേര് റെഡി അല്ലേ? റെഡി. നമ്മുടെ ജനീലിയ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ജനീലിയ ഓൺ സ്റ്റേജ്. ഓ, ഓടിവാ. ഹായ് ക്രിസ്മസ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ബ്രേക്കിന്റെ സമയത്ത് പോയപ്പോ ഒരു അമ്മച്ചിയുണ്ട്, എപ്പോഴും എന്റെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കണം. അപ്പൊ അമ്മച്ചിയുടെ പേര് പങ്കജവല്ലി എന്നാണ്. അപ്പൊ അപ്പോഴും മെസ്സേജ് അയക്കും, നല്ല പാട്ടാ മോളെ, ഇങ്ങനെ തന്നെ പോണോന്നൊക്കെ പറഞ്ഞു. അപ്പോ ആന്റിയുടെ വീട് ശരിക്കും ഞങ്ങൾ പോകുന്ന വഴിയാ വീട്ടില്. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒന്ന് കേറി. അപ്പം ഭയങ്കര സന്തോഷമായി, ഭയങ്കര സ്നേഹവും കുറെ സ്വീറ്റ്സ് ഒക്കെ തന്നു. പിന്നെ ആന്റിയുടെ നെയ്ബറും അവിടെ ഒരു അമ്മച്ചിയും ഉണ്ട്. അവിടെ ആ അമ്മച്ചിയും കാണുന്ന ഫുൾ ടൈം ടോപ്പ് സിംഗർ. അപ്പൊ ആ വീട്ടിലും പോയി എല്ലാവർക്കും നല്ല സന്തോഷം. അത് ഓർമ്മ. ഏതെങ്കിലും സ്ഥലം പറഞ്ഞോ? കുഴപ്പമില്ല, സ്ഥലം ഒക്കെ അറിയാം. എവിടെയാ ചേട്ടാ സ്ഥലം? തണ്ണീർമുക്കം ബണ്ടിന് അടുത്താണ് ഈ സ്ഥലം. എക്സാക്ട് സ്ഥലം എനിക്കും അറിയില്ല. ചേട്ടൻ അറിയില്ല സ്ഥലം? അറിയാം, ഇവിടുന്ന് കുമരകത്തേക്ക് പോകുന്ന തണ്ണീർമുക്കം ബണ്ട് കണ്ടിട്ടുണ്ടോ? ഗൂഗിൾ മാപ്പ് കണ്ടിട്ടില്ലേ? ബണ്ടെന്ന് പറഞ്ഞ എന്താ? ബണ്ടോ? ബണ്ടെന്ന് പറഞ്ഞ മല എന്നാണ് അർത്ഥം. വലിയ മലയില്ലേ, അതിനാണ് ബണ്ട് എന്ന് പറയാം. അപ്പൊ ഒരു ബണ്ട് ഓഫ് മല മനസ്സിലായോ? മനസ്സിലായി. ഇനി മറക്കോ? ഇല്ല. ബണ്ടെന്ന് പറഞ്ഞ എന്താ? മല. മക്കളെ, ഏതാണ് പാട്ട്? ആഷാഢമാസം ആത്മാവിൽ മോഹം. അനുരാഗം അന്തരീക്ഷം. അനുരാഗ മധുരമാം അന്തരീക്ഷം. പോരട്ടെ, പാട്ടങ്ങനെ പോരട്ടെ, നന്നായി പോരട്ടെ. സിനിമ യുദ്ധഭൂമി, വർഷം 1970. യുദ്ധഭൂമി.
യുദ്ധഭൂമി. ആ കറക്റ്റ്. പിന്നെ പാടിയത് വാണിയമ്മ, ലിറിക്സ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സർ, Yes. മ്യൂസിക് RK ശേഖർ സർ. വെരി Okay, ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ക്രോസ് ബെൽറ്റ് മണി സർ ആണ്. അങ്ങനെ ഒരു ഡയറക്ടർ നമുക്കുണ്ടായിരുന്നു, അദ്ദേഹം തന്നെയാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടട്ടെ. All the best. All the Thank best. you. ഓൾ ദ ബെസ്റ്റ്. Thank you. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. വിധുരയാം രാധയെ പോലെനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. അർഹതപ്പെട്ടതെങ്കിലും ഞാനെന്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വച്ചു. അർഹതപ്പെട്ടതെങ്കിലും ഞാനെന്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വച്ചു. അങ്ങയോടൊത്തെന്റെ ജീവിതം പങ്കിടാൻ അവിവേകിയായി ഞാൻ ആഗ്രഹിച്ചു. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗന നൊമ്പരം ഞാൻ വായിച്ചു. മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗന നൊമ്പരം ഞാൻ വായിച്ചു. മറക്കുക മനസ്സേ പുതിയ വികാരത്തിൽ മദന പല്ലവികൾ നീ എഴുതി വെക്കൂ. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. വിധുരയാം രാധയെ പോലെനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. Thank you. വെരി നൈസ്, വെരി നൈസ്. ജെനിലിയ, എന്തോ ഈ പാട്ടിന്റെ എന്തൊരു അന്തരീക്ഷമാണ്. ഇവിടെ നമുക്ക് ക്രിസ്മസിന്റെ അന്തരീക്ഷമാണ്, പാട്ടിൽ അനുരാഗ മധുരമാം അന്തരീക്ഷമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ അന്തരീക്ഷം, നമ്മുടെ ഓർക്കസ്ട്രയുടെ അന്തരീക്ഷം എല്ലാം സൂപ്പറായിരുന്നു. യെസ്. Thank you. അപ്പൊ ഈ അന്തരീക്ഷത്തില് നമ്മുടെ ജനീലിയ കുട്ടി സൂപ്പറായിട്ട് പാടി. Thank you. ഈ പാട്ടില് ഞാൻ നോക്കുമ്പോഴത്തേക്കും കുറെ പാട്ടുകളിൽ വരാൻ സാധ്യതയില്ലാത്ത കുറെ വാക്കുകൾ. വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോസിലൊക്കെ കൂടുതൽ വരുന്ന വാക്കുകൾ വരുന്നുണ്ട്. അതായത് അർഹതപ്പെട്ടതല്ലെങ്കിലും അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Worthy അല്ലെങ്കിൽ deserve ചെയ്യുന്നു. deserving അല്ലെങ്കിൽ. അത് ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ഒരുപാട് ആലോചിച്ചു പോയി, അങ്ങനെ പ്രശ്നം പറ്റിപ്പോയി എന്ന് പറയാണ്. പിന്നെ അന്തരംഗം, അന്തരംഗം Feelings. മനസ്സ്. മനസ്സ്. yes. പിന്നെ എന്താണ് മന്ദസ്മിതം? അതെന്താണ്? ഒരു മന്ദസ്മിതം പോരട്ടെ, പതുക്കെയുള്ള ചിരി. മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ. മൃദുവായ ചിരി. അത് ചിരിക്കുമ്പോ ഈ മുഖം ഇങ്ങനെ വരുമോ? ഒന്നുകൂടെ മന്ദസ്മിതം. അതെ, ചിരിക്കുമ്പോ ഈ മുഖം
ഇങ്ങനെ വരും. അതാണ് മന്ദസ്മിതം. മന്ദസ്മിതം. ജനീല കുട്ടിയുടെ മന്ദസ്മിതം അങ്ങനെയാണ്. അത് സൂപ്പർ ചിരിയാണേ. യെസ്. യു ഹാവ് എ സൂപ്പർ സ്മൈൽ. അതാണ്. താങ്ക് യു. ഈ പാട്ട് പല പാട്ടുകളെയും പോലെ കേൾക്കുമ്പോൾ വളരെ ഈസിയാണ്, പക്ഷെ പാടുമ്പോൾ അത്ര ഈസി അല്ല. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ജനീലിക്കുട്ടി ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അത് വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അന്തരീക്ഷം ഇത്ര നന്നായത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി പാടിയത് ഏതായിരിക്കും? ഞാൻ പറയട്ടെ, മറക്കുക മനസ്സിൽ. Correct. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതെ, അത് ഓൺ ദ ഡോട്ട്. യെസ്. താങ്ക് One. യു. ഇമോഷൻ വൈസ് ഓൺ ദ ഡോട്ട്, താങ്ക് യു. മ്യൂസിക് വൈസ് ഓൺ ദ ഡോട്ട്. താങ്ക് യു. അപ്പൊ എല്ലാം ഓൺ ദ ഡോട്ട്. 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 അപ്പൊ നമുക്ക് എല്ലാം ഓൺ ദ ഡോട്ട് കൊണ്ടുവന്നാൽ എന്താവും? നല്ലതാവും. മറ്റേ സൂപ്പർ. എന്താണ്, സൂപ്പർ കാലി ഫ്രാജിലിസ്റ്റിക് Stylistic. എക്സ്പീരിയോഷ്യസ് ആവും ഉഫ്. അല്ലേ? അതല്ലേ അതെ, correct അതെ, ആണ്? അതെ. ഏകദേശം കറക്റ്റ് ആണ്. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പിൾഡ് ആയി പോയെന്നൊരു Jumbled ഡൗട്ട്. ആയപ്പോൾ, എന്റെ അന്തരീക്ഷം ശരിയായില്ല. അന്തരംഗം കുറച്ചും കൂടെ ശരിയാക്കണം. അത് ആന്തരംഗത്തിന്റെ കുഴപ്പമാ. മനസ്സിലിരുത്തിന്റെ കുഴപ്പമാണ്. ആന്തരംഗത്തിന്റെ കുഴപ്പം മനസ്സിലായില്ലേ? കുറച്ച് മലയാളമൊക്കെ പഠിച്ചില്ലേ മീനുട്ടി? ഓ, ആ. പഠിച്ചു രണ്ടുപേരും. എന്തെങ്കിലുമൊക്കെ പഠിച്ച് കുറച്ചുകൂടെ നന്നാവാൻ നോക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ ജലീലെ കുട്ടി. പിന്നെ വാണിയമ്മയാണ് ഇത് പാടിയിരിക്കുന്നത്. ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് RK ശേഖർ സാറാണ്. റഹ്മാൻ സാറിന്റെ അച്ഛനാണ്. അതെ. ഗ്രേറ്റ് ലെജൻഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം. പിന്നെ ഒരൊറ്റ സജഷൻ മാത്രം പറയാം. ഇപ്പൊ ആഷാഢമാസം നീട്ടുണ്ടല്ലോ, ആത്മാവിൽ അല്ലെ, അനുരാഗ അല്ലെ, അതിൽ കുറച്ച് ഒരു ക്രസന്റോ കൊടുത്താൽ നന്നായിരിക്കില്ല പാടുമ്പോ? ഇങ്ങനെ ആയിരിക്കും. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാ. അനുരാഗയിൽ കുറച്ചും കൂടെ അനുരാഗമധുരമാമന്തരീക്ഷം. അന്തരീക്ഷത്തില് ക്രസന്റോ വേണ്ട, ബാക്കിയെല്ലാം അവിടെയും. അപ്പൊ പല സ്ഥലത്തും അവിവേകി. നേരത്തെ ഒരു വാക്ക് ഞാൻ മറന്നുപോയി. വിവേകം എന്ന് പറഞ്ഞ എന്താ? വിവേക് ഒരു പേരാ. വിവേകം എന്ന് പറഞ്ഞ- വിവേക് എന്ന് പറഞ്ഞ ഒരു പേരാണ്. സബാഷ്, 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 സബാഷ്. വിവേക് എന്ന് പറഞ്ഞ ആളുടെ പേരിന്റെ അർത്ഥം എന്താ? അതെനിക്കറിയില്ല. തിരിച്ചറിവുള്ള ആള്. തിരിച്ചറിവാണ് വിവേകം. അവിവേകി എന്ന് പറഞ്ഞ തിരിച്ചറിവില്ലാത്ത ആൾ എന്ന്. അപ്പൊ ഇങ്ങനെ തിരിച്ചറിവില്ലാത്ത ഒരാളായി പോയല്ലോ ഞാൻ. അപ്പൊ അവിവേകി, അതെങ്ങനെ പാടി? അവിടെ ഒരു കൃഷ്ണന്റെ കൊടുക്കാം. അവിവേകി അവിവേകിയായി ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ചില സ്ഥലത്ത് കൃഷ്ണനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷം ശരിയാവും, അവിവേകം ശരിയാവും, അന്തരംഗം ശരിയാവും, എല്ലാം ശരിയായി വരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജനീലിയ ഡിസൂസ. അല്ല, ജനീലിയ കുട്ടി. എന്തോ. അപ്പൊ ജനീലിയ കുട്ടി പാടിയതിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാല് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു. വന്നപ്പോൾ ഉള്ള ജനീലിയയിൽ നിന്നും വളരെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, വോയിസിന്റെ പാടുന്ന രീതിയിൽ വോയിസിന്റെ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ഫസ്റ്റ് ലൈൻ എന്താ? ആഷാഢമാസം. ആഷാഢയല്ല, ആഷാഢമാസം. 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 യെസ്, ആഷാഢമാസം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണമാണ്. താങ്ക് യു. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ബാക്കിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ നേരത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ എന്ന് പറയുന്നത് പറഞ്ഞ മറക്കുക മനസ്സിൽ. അവിടെ നിന്ന് 2 ലൈൻ ഉണ്ടല്ലോ, മറക്കുക മനസ്സിൽ പുതിയ വികാരത്തിന് മദന പല്ലവികൾ നീ എഴുതി വെക്കൂ. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അതുപോലെ എല്ലാ ലൈൻസും പാടാനുള്ള ശ്രമം വേണം, അങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കണം. ഇപ്പൊ പറഞ്ഞത് മോഡുലേഷൻസ്, ഡൈനാമിക്സ് അതൊക്കെ യൂസ് ചെയ്യണം പാട്ടില്. ചിലപ്പോൾ ഒറിജിനൽ സിംഗർ ചിലപ്പോൾ പാടി വെച്ചതിനേക്കാൾ നമ്മൾ കുറച്ച് ഇംപ്രൊവൈസേഷൻ എന്ന് വെച്ചാൽ മോഡുലേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ചിലപ്പോൾ റെക്കോർഡിംഗ് സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റാത്തതും വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോഡുലേഷൻസ് കൊടുക്കാം, ഡൈനാമിക്സ് കൊടുക്കാം. ഓക്കെ, വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല. ബാക്കി എല്ലാം സൂപ്പറായിരുന്നു. ചരണത്തിൽ ഞാൻ വായിച്ചു, അത് മാത്രം കുറച്ച് പിച്ച് മനസ്സിലായിരുന്നല്ലേ പാടിയപ്പോ? യെസ്, പിടികിട്ടി. അപ്പൊ ആ സ്വയം മനസ്സിലാക്കുന്നതും വലിയ കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ജനീലിയുടെ പാട്ട് സൂപ്പർ. താങ്ക് യു. അങ്ങനെ തന്നെ പോട്ടെ, ഇനി ഇംപ്രൂവ് ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു. ജനീല കുട്ടി, എന്താ അപ്പൊ ഇന്ന് എന്തൊക്കെ പഠിച്ചു? വിവേക്. വിവേക്. പിന്നെ വിവേക് എന്ന് പറഞ്ഞാൽ എന്താ?
അർത്ഥമില്ലാത്തോ? അയ്യോ അർത്ഥമില്ലാത്ത ആളാണ് വിവേക്. സുഭാഷ്, അത് അനർത്ഥം. തിരിച്ചറിവ്. തിരിച്ചറിവ് ഇല്ലാത്ത ആൾ. അവിവേകി. അത് ഒരു അവിവേകി. ക്ലൂ കൊടുത്താ ശരി. പോലും അത് ശരി, ഓപ്പോസിറ്റാ ശരി. പറഞ്ഞത്. പോട്ടെ, ഇനി ഞാൻ ഒന്നും ആ ചോദിക്കുന്നില്ല. വിവേക് ഇല്ലാത്തത്, ആ വിവേക് ആ ഉള്ളത്. വിവേക് ആ വിവേക് ഇല്ലാത്ത ആൾ, വെറും വിവേക് ഉള്ള ആൾ. Yes. മനസ്സിലായോ? ശരി, അടുത്തത്. അർഹതപ്പെട്ടത്. എന്നുവെച്ചാ? അർഹതപ്പെട്ട് Deserving. ഡിസേർവിംഗ്. അതന്നെ ഒന്നും പഠിച്ചില്ല. അപ്പൊ MJ സർ വെറുതെ ആണ്. എല്ലാം വെള്ളത്തിൽ പെയിന്റ് അടിച്ച പോലെ ആയിപ്പോയി. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അർത്ഥമൊക്കെ പഠിച്ചിട്ട് വരണം. ഓക്കെ. ആ. പിന്നെ പ്രൊനൗൺസിയേഷൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ ആഷാഢമാസം, ആത്മാവിൽ, ആ ഇല്ലൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി വരാനുണ്ട്. അത് എനിക്ക് തോന്നുന്നു മെയിൻ റീസൺ ജനീലെ കുട്ടിയുടെ നല്ല പട്ടുപോലത്തെ വോയിസ് ആണ്. ഇങ്ങനെ കുറെ എന്താ പറയാ, നല്ലൊരു എയറി ഒരു വോക്കൽസ് ആണ്. സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ. അപ്പൊ അത് ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലത്തെ വേർഡ്സ് കുഞ്ഞിങ്ങനത്തെ അവസാനത്തെ അക്ഷരങ്ങൾ ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അടുത്ത പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? വേർഡ്സിന് കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്തിട്ട് ആ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയും അടിപൊളിയായി പാടാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ പ്രോഗ്രസ് അപ്പ്, ഇൻവോൾവ്മെന്റ് അപ്പ്, കോൺഫിഡൻസ് അപ്പ്, ക്ലാരിറ്റി അപ്പ്. മൊത്തത്തിൽ ജനീലെ കുട്ടി നന്നായി പാടിയിരിക്കുന്നു. ജനീലെ കുട്സ് എന്തോ ഇപ്പൊ പാടുമ്പോഴത്തേക്ക് ഒരു സിഗ്നേച്ചർ വന്നിട്ടുണ്ട് കേട്ടോ. യെസ്. വന്നിട്ടുണ്ട്. സംശയം ഉണ്ടോ? ഇല്ല ഇല്ല. ഒരു സംശയം വേണ്ട. സിഗ്നേച്ചർ എന്ന് വെച്ചാൽ എന്താ? ഞാൻ ചോദിക്കാൻ പോയ സിഗ്നേച്ചർ എന്താ ഉദ്ദേശിച്ചത് ഇത് MJ അങ്കിള്? ഐഡന്റിറ്റി. യെസ്. കറക്റ്റ്. ആ ഒരു ഐഡന്റിറ്റി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വളരെ വിവേകപൂർവ്വം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാട്ടിന്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടായത്. എന്റെ അന്തരംഗം ഒരുപാട് സന്തോഷിക്കുന്നു. അതുകൊണ്ട് യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 98 on 100. താങ്ക് യു. ആഷാഢമാസം ആത്മാവിൽ ജനീലെ കുട്ടാ, ഏ വിവേക്, താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ. ബൈ. ആത്മാവിൽ മോഹം MJ അങ്കിൾ, ഇനി നമ്മുടെ ഒരു കുസൃതി കം ഒരു വായാടി കുട്ടി എത്താൻ എനിക്ക് പോവാണ്. മനസ്സിലായി. ആരാണത്? അഭിനയിക്കും. അതെ, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒരാള് വരാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം ടെസക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് ടെസക്കുട്ടി. സുഖം? You look so stylish. നല്ല രസമുണ്ട്. ഉടുപ്പിൽ ആരായിരിക്കണേ? ഇതുണ്ടായിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തൂക്കിയിട്ടത്. ആ, കോഴിക്കുഞ്ഞാ? അതെ. നടക്കാനൊന്നും സമയമായില്ല. കോഴിക്കുഞ്ഞ? എത്ര നേരമായി? അയ്യോ, ഇന്നലെ ഉണ്ടായതേ ഉള്ളൂ. ഇന്നലെ ഉണ്ടായതുള്ളൂ. ഇന്നലെ എത്ര മണിക്കായിരുന്നു? ഇന്നലെ രാത്രി 1 മണിക്ക്. രാത്രി 1 മണിക്കോ? ഓ, രാത്രി 1 അപ്പൊ മണിക്ക് ചാടി എണിച്ചോ? ഉണ്ടായതേ ഉള്ളൂ. ഉണ്ടായപ്പോ ചാടി എണിച്ചോ? ഉം. ആണോ? അല്ല, കോഴിക്കുഞ്ഞാണോ? കോഴിയോ? കണ്ടിട്ട് അങ്ങനെയാണോ ആ, തോന്നുന്നത്? ഇവിടുന്ന് കോഴിക്കുഞ്ഞാ. കുഞ്ഞു പോലെയുണ്ട്. തലയുണ്ട്. ഡൊണാൾഡ് ഡക്കോ? അല്ലെന്നൊരു കൊച്ചാ അത്. കൊച്ചാണോ? ആ. അത് ശരി. ഞാൻ വിചാരിച്ചെന്താ തൂവല് പോലെ എന്താ ആണോ? കിടക്കുന്നത്? ഞാൻ വിചാരിച്ചു ഡക്കാന്ന്. അല്ലല്ല, ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചൊരു കൊച്ചാ അത്. ആണല്ലേ? ആണോ? അത് ശരി. എനിക്ക് ആ ഷൂ പോകുമ്പോ തരാവോ? ഈ മഞ്ഞത്ത് ഇത് ഈ ഡ്രസ്സിന് നല്ലതാ. മാച്ചിങ്ങാ. കറക്റ്റാ ഈ ഡ്രസ്സിന്. പാട്ട് കഴിഞ്ഞാൽ തരാം. പാട്ട് കഴിഞ്ഞിട്ട് മതി. ആണോ? പാട്ട് കഴിഞ്ഞിട്ട് മതി. തരാനൊന്നും കുഴപ്പമൊന്നുമില്ല. സമാധാനം അതൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ട് മതി. അല്ലാണ്ട് എനിക്ക് ദാനശീലയാ. വേണ്ട. ടെസക്കുട്ടി, കഴിഞ്ഞ ദിവസം അങ്ങളെ പഠിപ്പിച്ചില്ലേ? കരയാൻ ചിരിക്കാനൊക്കെ പഠിപ്പിച്ചില്ലേ? ഉം. അത് ഞാൻ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തേട്ടോ. പ്രാക്ടീസ് ചെയ്തോ? ആ, അപ്പൊ ഉടനെ പ്രിയാണ്ടി ചോദിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു ടെസക്കുട്ടി അല്ലെങ്കിൽ വഴക്ക് പറയും. പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ചു പോയി കാണിച്ചില്ലെങ്കിൽ ടെസക്കുട്ടി എന്നെ വഴക്ക് പറയും പറഞ്ഞു. കറക്റ്റ്. correct. അല്ലെങ്കിൽ ഗുഡ് ബോയ്. ഇപ്പൊ ചീത്ത കിട്ടിയാന്. അതെ. എന്നെ ടീച്ചറാണ് കേട്ടോ. ടെസ അതെ. ടീച്ചറാണ്. താങ്ക് യു. ഇന്ന് എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടോ? ഇന്ന് പഠിപ്പിക്കാൻ ഇച്ചിരി ബോറാണ്. ആ, പിന്നെ എന്താ ബോറില്ല? ബോറടിയാ അത്. നമുക്ക് കൊച്ചു വർത്താനങ്ങളും പിന്നെ ഓ. ഡാൻസ് ഒക്കെ കളിച്ചിരിക്കാം. ശരി, ശരി. കൊച്ചു വർത്താനം അപ്പൊ ഒക്കെ പറഞ്ഞിരിക്കാ. ഇച്ചിരി കൊച്ചു വർത്താനം പറയാവോ? ഓക്കെ. ആ. അല്ലേ, ഉം. എന്റെ അനിയൻ ജീവ ഉം. അവനാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. ആ. വഴക്കായിരുന്നു. നേരത്തെ ജീവയുടെ കാര്യമല്ലേ പറഞ്ഞേ, ആ. അതുകൊണ്ട് ഇപ്പം അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ പറയണമെന്ന്. ആ, ആ, ഓക്കെ. അപ്പൊ ഞാൻ പറയാം, അച്ഛൻ ഉം. ഈ ലോകത്തില് ഉം. എന്ത് ലിറിക്സ് കൊടുത്താലും നല്ലതായിട്ട് കൃത്യമായിട്ട് ലിറിക്സ് തെറ്റി പറയുന്ന ഒരാളാണ്. അച്ഛൻ. ബാത്റൂമിൽ ഇരുന്ന് എപ്പോഴും അത് പാടുള്ളൂ. ഇപ്പൊ കുഞ്ഞു പാവയ്ക്ക് ഇന്നല്ലോ എന്ന് പാടുവാണെങ്കിൽ ആ. വലിയ പാവയ്ക്ക് ഇന്നലെയല്ലോ എന്ന് പാടും. ആണല്ലേ? എല്ലാം opposite ആ. അതും ബാത്റൂമിൽ ഇരുന്ന്. അത് ശരി. ബാത്റൂമിൽ ഇരുന്ന്. അതെ. ബാത്റൂമിൽ ഇരുന്നിട്ട്
ചിലപ്പോ ബാത്റൂമിൽ ഇരുന്നിട്ട് ഫോൺ കുത്തിക്കൊണ്ടിരിക്കും. അതെങ്ങനെ അറിയാം അത് ആ ഒരു ദിവസേ ഞാന് കുളിക്കാൻ നേരം ഇങ്ങനെ നോക്ക് ചെയ്തേ. നോക്ക് ചെയ്തപ്പോ അപ്പരേ അവിടെ മൊത്തം മൊബൈലിന്റെ സൗണ്ടാ. ആണല്ലേ? അച്ഛൻ അങ്ങനെ മനസ്സിലായി. കയറിയിരിക്കുകയാണ് അതിനുള്ളിൽ. ആ, lyrics hype. തെറ്റിച്ച്. കേട്ടത് കടലമ്മ കടന്നല്ലേ കെട്ടത്. അത് ആ ഒരു കെട്ടത്. പാട്ട് ആ പാട്ടൊക്കെ കേൾക്കണത്. റൂമില്. ശരി. അതെങ്ങനെ അപ്പൊ അച്ഛനെ വഴക്ക് പറഞ്ഞോ? നല്ല വഴക്ക് പറഞ്ഞു. അത് എങ്ങനെയാ അച്ഛനെ വഴക്ക് പറയുന്നത്? അച്ചായ്, അച്ഛാ. ആരെങ്കിലും ബാത്റൂമിൽ ആരെങ്കിലും bathroom- കാണുവോ ഫോണ്? അച്ഛൻ ബാത്റൂമിൽ ആ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ആയിരിക്കും. അങ്ങനെയാ ഷവറിന്റെ അടിയിൽ. ഇനി അമ്മയുടെ കാര്യം. ആ. അമ്മ എല്ലാവരും വിളിക്കുന്നത് അമ്മേനെ കുമ്പിടി എന്നാ വിളിക്കുന്നത്. കുമ്പിടി എല്ലായിടത്തും ഉണ്ടാവോ? അതാണ്. എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ ഇപ്പൊ അമ്മയോടെ ഇരിക്കുന്നില്ലേ, ആ. അമ്മേനെ കണ്ടില്ലേ. അതെ. കണ്ടു. അപ്പം ഞാനിപ്പം പാട്ടൊക്കെ കഴിഞ്ഞ് ഇനി മുട്ടായി പെറുക്കുവാണെങ്കിലേ അമ്മ തിരിച്ച് കാറിന്റെ അവിടെ പോയിട്ടുണ്ടാവും. ഓ, അത് ശരി. വണ്ടി ഓടിക്കുന്ന റെഡി ആയി നിൽക്കുന്നുണ്ടാവും. ആഹാ. അതുകൊണ്ട് എല്ലാവരും വിളിക്കുന്ന കുമ്പിടിന്ന്. ഓ, അത് ഇപ്പൊ ശരി. ഈ സ്ഥലത്ത് ഇവിടെയും കണ്ടു അവിടെയും കണ്ടു. ഇവിടെയും കണ്ടു അവിടെയും കണ്ടു. ആണല്ലേ? അതാണ് കുമ്പിടി. ആ കുമ്പിടി. ഇപ്പൊ കുമ്പിടിയമ്മയാണ് ഈ വന്നിരിക്കണത്. അതെ. അമ്മൂമ്മയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ആ അമ്മമ്മ. അമ്മൂമ്മേനെ പറ്റിയോ? ഞാനൊരു കാര്യം പറയാവേ. അപ്പൂപ്പനെ പറ്റിയാണേ. ആ. ഒരു കോമഡി നടന്നാണേ. ആ. ഞങ്ങൾ എല്ലാവരും കൂടെ കൊളത്തൂര് പെരുന്നാളിനും പോകാനിരിക്കുവായിരുന്നേ. ഉം. അപ്പൊ അപ്പച്ചൻ അവിടെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങളും ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നേ. ഉം. അപ്പച്ചൻ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അപ്പച്ചൻ ഒരു കാര്യം കണ്ടേ. ആ. അവിടെ ജനലിൽ കൂടെ ഒരു ചേച്ചി വീഡിയോ എടുക്കുന്നത്. ഉം. ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അപ്പച്ചൻ വിചാരിച്ചു ഡ്രസ്സ് മാറ്റുന്നിടത്ത് ഇത്രയും പ്രായ ആളുള്ള ആരാ വീഡിയോ എടുക്കാൻ വന്നേന്ന്. ഞങ്ങളും വിചാരിച്ചു, ഞങ്ങളും കണ്ടു. എന്നിട്ട് അപ്പച്ചൻ തിരിച്ചു വന്നിട്ട് കൊറേ വർത്താനം പറഞ്ഞു, കൊറേ ദേഷ്യപ്പെട്ടു. എങ്ങനെയാ വർത്താനം പറഞ്ഞ? എന്തിന് പ്രായമായ എന്റെ വീഡിയോ എടുക്കാൻ ആരാ നീ എന്നൊക്കെ അങ്ങനെ കൊറേ ചീത്ത വർത്താനം ഓ, അത് പറഞ്ഞു. ശരി. ചീത്ത വർത്താനം പറഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? ദേഷ്യം പറഞ്ഞു. എന്നിട്ട്? എന്നിട്ട് ഞങ്ങളും പറഞ്ഞു. അവസാനം അമ്മച്ചി വഴക്ക് പറയാൻ വന്നപ്പോ തന്നെ ആ ചേച്ചി പറഞ്ഞു, ഞങ്ങള് പഞ്ചായത്തുകാരാണ്, ഗവൺമെന്റിലൂന്ന് വന്നതാണ്, എനിക്ക് ആ യൂണിഫോം ഒന്നും ഇല്ല, ഞാൻ പുതിയതാ, ഞാൻ QR കോഡ് സ്കാൻ ചെയ്യാൻ വന്നതാ, ജനലയുടെ ഇവിടെ ഒട്ടിച്ചേക്കുന്നത് പറഞ്ഞു. ഇന്ത പഞ്ചായത്തില് ശരി. ഇത്രയും വഴക്കം പറഞ്ഞ് പക്ഷെ പാവല്ലേ? അല്ലേ? അങ്ങനെ പറയാം. QR ജനലേല ഒട്ടിച്ചിരിക്കുന്നത്. അതെ അതെ. കിലുക്കത്തില് രേവതി ചേച്ചി പറഞ്ഞ പോലെ ഉണ്ട് അല്ലേ? ഞാൻ നിങ്ങളുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എന്നിട്ട് ഫോണൊക്കെ കാണിച്ചു. രണ്ട് കൊമ്പ് വന്നിട്ടുണ്ടോ എവിടെ? അവിടെ? ഇവിടെ ഇവിടെ ഇത് കൊമ്പാണെന്നോ? കൊമ്പ്, രണ്ട് കൊമ്പ് അത് അതെന്താ? കാണുന്നുണ്ട്. അത് കൊമ്പാണ്. ബണ്ണല്ലേ? ബൺ. ആര്യ ചേച്ചിക്ക് കാണാലോ. അതിന്റെ മേളിൽ ഒരു പൂവും വെച്ചിട്ടുണ്ട്. ചേച്ചി കാണാലോ. പിന്നെന്താ മീനുടിക്ക് കൊമ്പായിട്ടല്ലേ കാണുന്നത്? മധു സാറിന് കാണാം. എനിക്കോ? എനിക്കതൊരു ലഡു ആയിട്ടാ തോന്നണേ. രണ്ട് ലഡു. ആ. അപ്പൊ മധു സാറിനൊക്കെ ലഡു ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടായിരിക്കും എല്ലാം ലഡു ആയിട്ട് അതെ അതെ കാണുന്നത്. അതെ. അപ്പൊ ഇതൊക്കെ കാണുന്നത് എല്ലാം ലഡു ആയിട്ടാണ്. അപ്പൊ എനിക്ക് കൊമ്പ് ഭയങ്കര ഇഷ്ടമാണോ കൊമ്പായിട്ട് കാണുന്നത്? ആണോ? അങ്ങനെയാണോ? കാളേനെ സ്നേഹിക്കുന്നുണ്ടാവും. കാളെ ഒരുപാട് കാളയെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നുണ്ടാവും. കാളയെ സ്നേഹിക്കുന്നോണ്ടാണ് എനിക്ക് കൊമ്പ്. കൊമ്പായിട്ട് തോന്നുന്നത്. ക്രിസ്മസ് വിശേഷം എന്താ? ക്രിസ്മസ് വിശേഷം എന്തിനാ ചോദിക്കുന്നത്? കോട്ടയംകാർക്ക് മൊത്തം ക്രിസ്മസ് അല്ലേ പരിപാടി. ആണല്ലേ? അവിടെ മൊത്തം മൊത്തം ലൈറ്റ്. പഞ്ഞുകളൊക്കെ ഇങ്ങനെ ഇട്ട് എറിഞ്ഞ് കളിച്ചിട്ട് അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് മൊത്തം ലൈറ്റും പിന്നെ സ്റ്റാർസും ഒക്കെ. കണ്ടോ സ്റ്റാർ? കണ്ടോ? കണ്ടു. കോട്ടയംകാർക്കൊക്കെ കോട്ടയംകാർ. ക്രിസ്മസിലെ പരിപാടി. ഒന്നോട് പറഞ്ഞേ കോട്ടയംകാരെന്ന്. കോട്ടയംകാർക്കൊക്കെ ക്രിസ്മസിലെ പരിപാടി അങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞേ? ആ ചേച്ചിക്ക് എന്തെങ്കിലും മനസ്സിലായോ? മഞ്ജു സാറിനോ? ഇല്ല. ഏത് ഭാഷയാ? ഏത് ഭാഷയത്? കോട്ടയംകാർക്കൊക്കെ രസക്കുട്ടി പറഞ്ഞാലേ ഞാനും പറഞ്ഞേ. അങ്ങനെയല്ലേ? അപ്പൊ ഇപ്പൊ പറഞ്ഞ ടെസക്കുട്ടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്ന്. അതുപോലെയാണ് ഞാൻ പറഞ്ഞത്. കോട്ടയംകാർക്ക് ഓക്കെ. പറഞ്ഞേ. കോട്ടയംകാർക്ക്. Correct. Yes. കറക്റ്റ്. ഓരോ വരിയും നമ്മൾ നന്നാക്കിയിട്ട് ഇവിടുന്ന് വിടുള്ളൂ. ഈ ഫ്ലോർ ഇഷ്ടമായ? പിന്നല്ലാതെ ഇതില് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട? ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇവരെ ഒരു മണ്ടത്തരം കാണിച്ചേ. എന്താണ്? സ്നോയിന് പകരം മൊത്തം പഞ്ഞിട്ടിട്ട്. അയ്യോ. ഒറിജിനൽ മഞ്ഞ് കൊണ്ടിടാനുള്ളതിന് പകരം അതെ. മഞ്ഞ് നിറച്ചിരിക്കുന്നു. നമ്മൾ സ്നോ എവിടെ കൊണ്ടുവരും? കോട്ടയത്ത് നിന്ന് കൊണ്ടുവരുമോ?
അതിപ്പോ അമേരിക്കയിലൂന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇറക്കണം അല്ലേ? അതെ. അവിടുന്ന് അല്ല, കോരി ഫ്രിഡ്ജിന്റെ ഉള്ളിലില്ലേ? അവിടെ അത് തണുപ്പ് ഐസ് മാത്രമല്ലേ കട്ടയല്ലേ? ഉള്ളൂ. ആ അമേരിക്കയിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരും ഇവിടെ? ഒരു ഫ്രീസറിൽ അതിടണം. അതല്ലേ ഞാൻ പറഞ്ഞ ഫ്രിഡ്ജിലുണ്ട്. അതടച്ചിട്ട് ആ. അതിങ്ങോട്ട് കൊണ്ടുവരണം. അവിടുന്ന് സ്നോ അതല്ലേ? എടുത്ത് അത് ഫ്രീസറിലാക്കണം. ആ. എന്നിട്ട് അതെടുത്ത് എങ്ങനെ കൊണ്ടുവരും ഇവിടെ? ഒരിക്കലും മഞ്ഞ്. JCB-യില് ആ. അവിടെ ഇട്ടിട്ട് ആ. അവിടുന്ന് കൊണ്ടുവരണം. അവിടുന്ന് JCB-ന്ന് എടുത്തിട്ട് പിന്നെ ഏതിലോട്ട് കയറ്റിയിട്ട് കൊണ്ടുവരും? ഫ്രിഡ്ജിൽ ഫ്രീസറില്. ഫ്രീസറില്. ആ ഫ്രീസർ ഏതിനകത്ത് കയറ്റി കൊണ്ടുവരും? ഫ്ലൈറ്റ് JCB ഫ്ലൈറ്റ് Flight കയറ്റണ്ടേ അല്ലേ? പിന്നെ എങ്ങനെ വരും? JCB ഫ്ലൈറ്റ് കയറ്റി അത് കറക്റ്റാ ചോദിച്ചത്. JCB ഫ്രീസറിൽ വെക്കേണ്ടി വരും. ഫ്ലൈറ്റില് ഐസ് എടുത്തോണ്ട് വരണം ഇങ്ങോട്ടേക്ക്. ആ. ഓക്കെ. എത്ര എന്നിട്ട് കഷ്ടപ്പെടണമായിരുന്നു. എന്നിട്ട് ഇവിടെ ഇടണം അല്ലേ? ഉം. നമുക്ക് നോക്കാം കേട്ടോ. സോറി. അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്യാം. എംജങ്ങളാണോ ചെയ്തത്? ആ MJ അതല്ലേ സോറി പറഞ്ഞ ഇപ്പൊ. ഐ എം സോറി. ഏത് പാട്ടാ പറഞ്ഞേ? അത് കണ്ടാ മനസ്സിലായില്ലേ? കുഞ്ഞു പാവ, അതാണ് പാട്ട്. കുഞ്ഞു വാവയ്ക്ക് ഇന്നല്ലോ. കുഞ്ഞു പാവ അതാണ്. കുഞ്ഞു വാവ. ആ ഓക്കെ. എന്നാലും ഡാൻസ് കളിച്ചില്ലല്ലോ എംജങ്ങള്. അതെ. അതുകൊണ്ട് പെരുക്കി എടുത്തോണ്ട് പോവാണെങ്കിൽ ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. ആ ഉണ്ട്. ആംബുലൻസ്. ചെറിയ സിമ്പിൾ സ്റ്റെപ്സ് ഞാനുള്ളൂ. അങ്കിളിനെയാ ഇത് അതെ, ചെയ്യണം. ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ പെറുക്കെടുത്തോണ്ട് പോകണം എന്നാള് പറഞ്ഞല്ലേ? അതാണ്. അതെ അതാണ്. ആംബുലൻസ് റെഡിയാണോ? റെഡിയാ. പുറത്ത് റെഡിയാ. രസകുട്ടി വിളിച്ചിട്ടുണ്ടോ? ആ ഓക്കെ. അപ്പൊ എന്നാ എന്നിട്ട് കോൺഫിഡൻസ്. ഞാൻ ഇച്ചിരി കുസൃതി ചോദ്യം പാട്ട് കഴിഞ്ഞിട്ട് ചോദിക്കേ. ഓക്കെ. ആ. അതിനുള്ള ആൻസർ പറയണേ. പറയാമേ. ഓക്കെ അപ്പൊ പഠിക്കൂ. എന്നാ തുടങ്ങാം. റെഡി. All the best. റെഡി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
വെരി നൈസ്, സൂപ്പർ. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നല്ലേ, ആ. MJ അങ്കിള് ഡാൻസ് കളിച്ചില്ലല്ലോ. അയ്യോ കളിച്ചു ഇവിടെ വന്ന് ഭയങ്കര അതുകൊണ്ട് dance ആയിരുന്നു. ഞാന് ഒരു ട്യൂൺ ഇടുവേ. രാകേഷ് അങ്കിളെ ആ ട്യൂൺ ഇടുക. ആര് ചേച്ചി എടുത്ത് മധുങ്ങളുടെ അടുത്ത് പറ. ഞങ്ങള് കളിച്ചല്ലോ. അവര് ആ ഞങ്ങള് കളിച്ചു. MJ അങ്കിള് കളിച്ചില്ല. അതുകൊണ്ട് ഒരു ട്യൂൺ അടുത്ത പ്രാവശ്യമാണ് MJ ഞങ്ങൾ കളിക്കുക. ഇപ്രാവശ്യം വയ്യ പാവുണ്ട്. ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. സ്റ്റെപ്പ് ആ. നോക്ക്. ഡാൻസ് ചെയ്യിപ്പിക്കാണ്. സ്റ്റെപ്പ് മാറ്റിക്കോ. മാറ്റി സ്പീഡ് മാറ്റണം. പെട്ടെന്ന് ചേഞ്ച് ആണ്. Very fast. അതെ, ഞാൻ പറഞ്ഞ് ശരിയായി വന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിച്ചു. Thank you, Tessa താങ്ക് യു, baby. താങ്ക് യു, Thank താങ്ക് യു you. ടീച്ചർ, താങ്ക് യു ടീച്ചർ. Thank you. നമ്മുടെ പാവക്കുട്ടി ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. പാവക്കുട്ടി. ആ പാവക്കുട്ടി. ആ പാവക്കുട്ടിയല്ല, ഈ പാവക്കുട്ടി. ഈ പാവക്കുട്ടി. ഞാൻ പാവക്കുട്ടി. Yes. വലിയ പാവക്കുട്ടി. വലിയ പാവക്കുട്ടിയാണ് കേട്ടോ. വലിയ പാവക്കുട്ടി. ഭയങ്കര ചുന്ദരിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ആ ഇതെങ്ങനെ ഇത്രയും ചുന്ദരിയാണ്? ഇത് ആരാ ഇങ്ങനെ സുന്ദരിയാക്കിയത്? ഇതില്ലേ ആ. ലിസി ആന്റിയും അമ്മയും കൂടിയാ ഈ ഹെയർ ചെയ്തേ. ശരി. ഓ മേക്കപ്പ് ചെയ്തത് ആ ചേട്ടന്റെ പേരറിയില്ല. പേരെന്തായിരുന്നു ചേട്ടന്റെ? അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തു മേക്കപ്പ് പക്ഷെ ചെയ്യാൻ. കണ്ണു മാത്രം ഉണ്ട കണ്ണായി പോയി. ആ. ആ ഒരു ഉണ്ട എനിക്ക് കണ്ണ്. ഇത്രേ സൈസ് ഉള്ളൂ. അത് ഉണ്ട. മീനൂട്ടി ചേച്ചിനെക്കാളും കണ്ണ് എന്റെ ചെറിയതാ. എന്നെക്കാളും കണ്ട് കുഞ്ഞിന്റെ ചെറുതാ, എന്നിട്ടാണ് ഉണ്ടക്കണ്ണെന്ന് പറയുന്നത്. നേരത്തെ അവിടെ നോക്കിയപ്പോഴേ എനിക്ക് ലഡു പോലെയാ തോന്നിയത്. ആ. ഇപ്പൊ എത്തിയപ്പോ ഉഴുന്നോട പോലെ ഉണ്ട്. ഇപ്പൊ നോക്കിയപ്പോ ഇവിടെ അടുത്ത് വന്നപ്പോ ഉഴുന്നോടെ അതെനിക്ക് തോന്നുന്നുണ്ട് ഉഴുന്നോട. കേട്ടോ. ചെലപ്പോ ലിസി ചേച്ചി എങ്ങനെയായിരിക്കും കിട്ടിയേക്കുന്നേ. അവക്ക് കാണാൻ പറ്റില്ലല്ലോ. ഉഴുന്നോടെ പോലെയാ കെട്ടിയിരിക്കുന്നത്. അതെ. അപ്പൊ കുഞ്ഞു പാവ അസാധ്യമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. സബാഷ്. മിടുക്കി. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു സമ്മാനം തരട്ടെ. പുറകോട്ട് എനിക്കറിയാം. മധുരമര ഒരൊറ്റക്കരൽ മധുരമഴ. കുഞ്ഞോടുക്കും കുട്ടികളെ ഇനിയും മണിയാ ഇങ്ങു തരാം ഉമ്മ തരാം 10 സെക്കൻഡ് സമയം തരും, അതിനുള്ളിൽ പാരണം. ആ, പിടിച്ചോ. 1 2 3 4 5 6 7 8 9 10. പോക്കറ്റിലല്ലേ? കഴിഞ്ഞു സമയം കഴിഞ്ഞു. പോക്കറ്റില്ല. തന്നാനം കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല ഓക്കെ കുട്ടി, ബൈ ബൈ. ടാറ്റാ. ഹാപ്പി Bye, ഹാപ്പി bye. ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. MJ ഞങ്ങൾ ഡാൻസ് കണ്ടില്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ ബൈ. ബൈ. മിനുവിടാ എന്തോ ഇത് ശരിയാവില്ല കേട്ടോ. എന്താ ശരിയാവത്തില്ല. എന്താ ശരിയാക്കേണ്ടത് നമ്മൾ? കുറെ ദിവസമായിട്ട് ഒരാളെ കാണുന്നില്ല ഇവിടെ. ആരാണ് അയാൾ? നമ്മുടെ കുഞ്ഞാറ്റ. ഇപ്പൊ എത്തും, വിളിക്കണോ? വരുമോ? ഇപ്പൊ തന്നെ വരും. വിളിക്കും. വിളിച്ച ഓടിയെത്തുന്ന ഒരു നോക്കത്താ ദൂരത്തിരിപ്പുണ്ട് കുഞ്ഞാറ്റ. വിളിച്ചാലോ? കുഞ്ഞാറ്റക്കിളി പറന്നു പറന്നു വരും. അതെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുഞ്ഞാറ്റ കിളി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റയ്ക്കായി ഒരു പാട്ട്. കുഞ്ഞിക്കിളിയേ കൂടെ വിടെ, കുഞ്ഞോമന നിൻ കൂടെ വിടെ, എന്റെ കൂട്ടിൽ നീ പോരാമോ, എന്നോടൊത്ത് നീ പാടാമോ, പാടത്തെ പൂമുള്ളാൻ മാനത്തെ ചൂടേക്കാൻ. കുഞ്ഞിക്കിളിയേ കൂടെ വിടെ, കുഞ്ഞോമന നിൻ കൂടെ വിടെ. അടിപൊളി. കുഞ്ഞാറ്റയുടെ കൂടെ എവിടെയാ?
എന്റെ കൂടെ മരത്തിലുണ്ടാവും. മരത്തിലോ? ഒരു മരത്തിലുണ്ടാവും. എടാ വീട് എവിടെയാണെന്നാ ചോദിച്ചേ. കുമ്പളങ്ങിയ കുമ്പളങ്ങ. എവിടെ സ്ഥലം? എഴുപുന്ന. എഴുപുന്ന, അത് തന്നെ. കുഞ്ഞാറ്റെ എന്തോ ഭയങ്കരമായിട്ട് മിസ് ചെയ്തല്ലോ. എവിടെ പോയി നമ്മുടെ കുഞ്ഞാറ്റ ഇത്രയും ദിവസം? ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരും കാണാത്തത് കൊണ്ട് എന്നെ ഇങ്ങനെ വിളിക്കുക, കുഞ്ഞാറ്റ എവിടെ, മെസ്സേജ് കുഞ്ഞാറ്റ എവിടെ, വോയിസ് നോട്ട് കുഞ്ഞാറ്റ എവിടെ. ഞാൻ ഇങ്ങനെ അതിലിങ്ങനെ അയ്യോ ഫാൻസിന്റെ എപ്പോഴായി കുഞ്ഞാറ്റ ഒന്ന് വരുന്നേ. ഇതിനിടയ്ക്ക് ഞാനൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി കഴിഞ്ഞ ദിവസം. ആ. അപ്പോൾ അവിടുത്തെ കല്യാണം എല്ലാം കഴിഞ്ഞ് സദ്യക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ആ വിളമ്പുന്ന ചേച്ചിമാര് ആ പരിപ്പും നെയ്യും വിളമ്പുമ്പോ ആ ചേച്ചി പറയും, സാമ്പാർ വന്നിടുമ്പോ ആ ഈ ചേച്ചി ചേച്ചി. പറയും. അരെ കുഞ്ഞാറ്റ. കുറച്ച് കുഞ്ഞാറ്റ വിളമ്പട്ടെ. എന്നിട്ട് പറയും, ദേ 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 ഞങ്ങളെ ആ കുഞ്ഞാറ്റ അന്വേഷിച്ചു എന്ന് പറയണട്ടാ. എല്ലാരും അങ്ങനെ ഒന്ന് പറയും. അത് ഓരോ വിഭവങ്ങൾ വിളമ്പാൻ വരുന്ന ചേച്ചിമാർ ഇങ്ങനെ പറഞ്ഞു. ഓലൻ വന്നു. കാളൻ വന്നു. അവസാനം അവസാനം 3 കൂട്ടം 4 പായസം. 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. മക്കളെ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ? അതെ നമ്മുടെ കുഞ്ഞാറ്റ ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അതെ. അല്ലേ? അങ്ങനെ അത് ഇന്ന് പാടിയിട്ട് ഗംഭീരാണേ. ഒത്തിരി ഫാൻസ് വരും. ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? ഇത് മേലെ വീട്ടിലെ വെണ്ണിലാവ്. ആഹാ. മനു അങ്കിൾ. അതെ, നൈസ് സോങ്. ഡീറ്റെയിൽസ്. ഫിലിം മനു അങ്കിൾ, വർഷം 1988, മ്യൂസിക് ശ്യാം സാറ്, ലിറിക്സ് ഷിബു ചക്രവർത്തി സാറ്, പാടിയത് ചിത്രാമ്മ. ഓക്കെ, ഓക്കെ മിടുകി. സൂപ്പർ ആക്കണേ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ താങ്ക് യു. അങ്ങ് പാടിക്കോളൂ. ഓക്കെ, All the best. താങ്ക് യു, താങ്ക് യു. മേലെ വീട്ടിലെ വെണ്ണിലാവ്, രാവിൽ തോണി കളിച്ചൊരു നേരം, കഴുത്തിലിട്ടൊരു പതക്കമൊന്ന് കൊളുത്തു വിട്ട് നിലത്തു പോ, താഴെ വീണിന്നുടഞ്ഞു പോ. മേലെ വീട്ടിലെ വെണ്ണിലാവ്, രാവിൽ തോണി കളിച്ചൊരു നേരം, കഴുത്തിലിട്ടൊരു പതക്കമൊന്ന് കൊളുത്തു വിട്ട് നിലത്തു പോ, താഴെ വീണിന്നുടഞ്ഞു പോ. താഴത്തു വീണൊരു മുത്തെല്ലാം മാറുവാൻ ഞാനോടെ ഓരത്തൊന്നു ചെന്നപ്പോൾ, താമര നൂലിലാ മുത്തെല്ലാം കോർത്തവൾ മാറിലണിഞ്ഞു പെരിയാറും, കഴുത്തിലിട്ടൊരു പതക്കമൊന്ന് കൊളുത്തു വിട്ട് നിലത്തു പോയി, താഴെ വീണിന്നുടഞ്ഞു പോ. മേലെ വീട്ടിലെ വെണ്ണിലാവ്, രാവിൽ തോണി കളിച്ചൊരു നേരം, കഴുത്തിലിട്ടൊരു പതക്കമൊന്ന് കൊളുത്തു വിട്ട് നിലത്തു പോയി, താഴെ വീണിന്നുടഞ്ഞു പോ.
സൂപ്പർ കലക്കി. എപ്പോഴത്തെയും പോലെ ഇന്നും കലക്കി. മിനുട്ടി, എന്തോ എനിക്ക് ഈ കുഞ്ഞാറ്റെ കൊണ്ട് വയ്യ, ആർക്കും വയ്യാണ്ടായിട്ടുണ്ട് ഇപ്പോ. ഒരു രക്ഷയില്ലടാ. താങ്ക് യു. എന്തിനാ ഇങ്ങനെയൊക്കെ? Who is this വല്ല ആവശ്യമുണ്ടോ? professional singer here? Yeah, who is this? Who is this? ഇതാരാണ്? കൃഷ്ണൻ. ഓ സുഭദ്ര. ആ പേരൊന്നും അല്ല, കുഞ്ഞാറ്റ. അതാണ് എല്ലാവർക്കും അറിയുന്ന പേര്. മാത്രമല്ല എന്തൊരു കോൺഫിഡൻസ് അല്ലേ. അതെ അതെ. അതാണ് ഞാൻ പാടിയിരിക്കും. നോക്കിക്കോ, അങ്ങനെ മേലെയുള്ള നിലാവിനെ ഇവിടെ കൊണ്ടുവന്നു. മേലെ വീട്ടിലെ വെണ്ണിലാവ് രാവിൽ തോണി കളിച്ചൊരു നേരം കഴുത്തിലിട്ടൊരു പതക്കമൊന്ന് കൊളുത്തു വിട്ട് നിലത്തു പോയി താഴെ വീണിന്നുടഞ്ഞു പോ. ഈ സംഗീതത്തിന്റെ, ഈ പ്രകാശത്തിന്റെ, ഈ ടാലന്റിന്റെ നിലാവ് ഇങ്ങനെ പരന്നു. അത് കാണുമ്പോഴത്തേക്കും ഇവിടെ ഹൃദയം നിറയുന്നു, പിന്നെ കണ്ണും നിറയുന്നു. താങ്ക് യു സാർ. സൂപ്പർ സുപ്രീമാണ്. ബ്യൂട്ടിഫുൾ. ഓരോ ഇടങ്ങളും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. ഫസ്റ്റ് പല്ലവി ഉണ്ടല്ലോ, അടിച്ച് തകർത്ത്. താങ്ക് യു. ആ പിന്നെ അടുത്ത പോർഷനിൽ ഞാനോടി ഓരത്തൊന്ന് ചെന്നപ്പോൾ എന്ന് പാടിയില്ലേ, ആ തകർത്ത്. താങ്ക് യു. ആ പിന്നെ അവസാനത്തെ ചരണമില്ലേ, ആ അവിടെയും നന്നായിരുന്നു. താങ്ക് യു. എല്ലാം നന്നായിരുന്നു. താങ്ക് യു. പിന്നെ ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ ഒരു വെള്ളി പോലെ അല്ലേ, ഏറ്റവും അവസാനത്തെ പല്ലവിയില് അതില് വന്നു അല്ലേ. അതൊരു വലിയ ഡ്രൈ ആയിരുന്നു. അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല. ചീള് കേസ് പെറുക്കിയെടുക്കാം. ആർക്കും സംഭവിക്കാം. പെറുക്കിയെടുത്ത് SIP ഇടാം. അതൊരു വലിയ കുഴപ്പമാണോ സാർ? അറിഞ്ഞൂടാ. കൃത്യമായിട്ടുള്ള ഒരു സോങ് സെലക്ഷനുമായിട്ട് ഇവിടെ വന്ന് പാടി ആ നിലാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, അതിന് നമുക്കാണ് പറയേണ്ടത്, നമ്മളാണ് പറയേണ്ടത് അങ്ങോട്ട് നന്ദിയുണ്ടെന്ന്. താങ്ക് യു. സൂപ്പറാണ് കുഞ്ഞാറ്റെ. താങ്ക് യു. കുഞ്ഞാറ്റയുടെ ഫാൻ. ഹായ്. ഹലോ. കുഞ്ഞാറ്റക്കിളി, എന്തോ ഇതെന്തോന്നായി കാണുന്നേ? ഇത് എത്രാമത്തെ എത്ര പ്രാവശ്യം നമ്മളെ കൊണ്ട് ഈ പറയിപ്പിക്കുന്ന അടിപൊളി അടിപൊളി എന്നൊക്കെ? എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നേ? എണീപ്പിച്ച് നിർത്തൂ. എന്തിനാ നമ്മളെ ഇങ്ങനെ എണീപ്പിച്ച് എന്തിനാ ഇങ്ങനെ എന്തിനാ പറയുന്നത്? കഷ്ടപ്പെടുത്തണേ? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? Why? വൈ പോയി. ഉഗ്രനായിട്ട് പാടിട്ടോ. നല്ല Thank you, sir. ഞാൻ പറയായിരുന്നു ഒരു പ്രൊഫഷണൽ സിംഗറിനെ പോലെയാണ് പാടുന്നത്. താങ്ക് യു. ഇപ്പൊ തന്നെ പ്രൊഫഷണൽ ആയി എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. കാരണം നല്ല നേരത്തെ പറഞ്ഞ പോലെ നല്ല കോൺഫിഡൻസ് ആണ്. ഒരു സ്ഥലത്ത് പോലും അണുവിട ശ്രുതി പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. താങ്ക് യു. അതായിരുന്നു ആകെയുള്ള പിന്നെ പെർഫെക്ഷൻ ആ ഒറിജിനൽ എങ്ങനെ കേട്ടോ അതുപോലെ മാക്സിമം ഇവിടെ പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. മാക്സിമം. താങ്ക് യു. ഓക്കെ. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴത്തെയും പോലെ ഇന്നും ആടിച്ച് പൊളിച്ച് പാടി. താങ്ക് യു. Okay. താങ്ക് യു സാർ. എവിടെയെങ്കിലും ഓഫറൊക്കെ വന്നോ പാടിക്കാൻ, സിനിമയിൽ പാടാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും? വന്നു. എനിക്ക് സംശയം തോന്നി. മധുകളുടെ ഗസ്സൊക്കെ നോക്ക്. ആ എനിക്ക് ഒരു ആൽബത്തിൽ പാടാനായിട്ട്, ആണോ? ഒരു ആനിമേഷൻ ആൽബത്തിൽ Animation പാട്ട് പാടാനായിട്ട് അവസരം കിട്ടി. പാടിയോ? പാടി. അത് കഴിഞ്ഞു അല്ലേ? ആ കഴിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. അതൊക്കെ ഒരു നല്ല വിശേഷമല്ലേ, നമ്മൾ പറയണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ലത്തീഫ് സാർ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ആ ഡയറക്ടർ. പാട്ട് എനിക്കറിയാം, ലത്തീഫൊക്കെ. പാട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. ഓർമ്മയുണ്ടോ? ഒരു രണ്ടു ലൈൻ കേക്കട്ടെ. തത്തമ്മേ തത്തമ്മേ ശിങ്കാരി തത്തമ്മേ നിന്റെ ചുണ്ടിലെന്തൊരു ചോപ്പ് നിറം തത്തമ്മേ, നിന്റെ കാലിനെന്തൊരു സ്വർണ്ണ നിറം തത്തമ്മേ, വെറ്റില മുറുക്കിയോ ചുണ്ടിത് ചോപ്പായോ, മാണിക്യം തേടിയിട്ടോ കാലിന് സ്വർണ്ണ നിറം, നിന്റെ ചുണ്ടിലെന്തൊരു ചോപ്പ് നിറം തത്തമ്മേ, നിന്റെ കാലിനെന്തൊരു സ്വർണ്ണ നിറം തത്തമ്മേ. നല്ല പാട്ടാണല്ലോ. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ സർപ്രൈസ് എന്താന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉണ്ണിമേനോൻ സാറിന്റെ സ്റ്റുഡിയോയിലാണ് പാടിയത്. K7 സ്റ്റുഡിയോ അതെ. അല്ലേ? കൊള്ളാലോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ അപ്പൊ? അതെ. മധു, ഞാനിനി ഒന്ന് പടങ്ങിക്കോട്ടെ. ഇനി പണിക്കോ. പടങ്ങി പാട്ട് കേട്ട് സന്തോഷമായിട്ട് പിണങ്ങണോ? അതെ. ആ പാട്ട് കേട്ടു, പക്ഷെ ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ നേരത്തെ. അതെ, അത് ശരിയാട്ടോ. നമ്മളെ അറിയിക്കേണ്ടതായിരുന്നു കുഞ്ഞാറ്റെ. കുഞ്ഞാറ്റെ ഒരു ഒറ്റ വാക്കെങ്കിലും പറഞ്ഞോ. ആ ചെയ്തതിനോട് എനിക്കും യോജിപ്പില്ല. കുറച്ച് ആ ചെയ്തത് മുന്നേ ശരിയാണോ? പാടിയത് എനിക്ക് ശരിയാണോ കുഞ്ഞാറ്റെ? നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഉണ്ണി സാറിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, കുട്ടൻ
ഈ പ്രായത്തില് ഈ കുട്ടി ഇത് പാടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അല്ലേ കുട്ടൻ? പിണങ്ങരുത് അല്ലേ കുട്ടൻ? ഇപ്പൊ ശരിയല്ലോ, ഇപ്പൊ ശരിയല്ലേ? ഇപ്പൊ ശരി, ഇപ്പൊ set. പടക്കല പോയി. പോയി. എന്തൊക്കെ കാണിക്കണം ഞാനിവിടെ ഇരുന്ന്. Thank you, ഉണ്ണിച്ചേട്ടാ. It's okay, കുട്ടൻ. അല്ല ഈ കുട്ടനെ ഒന്ന് സമാധാനിപ്പിക്കാൻ കുഞ്ഞാറ്റക്കിളി, എന്തോ എന്തൊരു എനർജി! താങ്ക് യു. ഇതെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതെനിക്ക് അറിയണം. അതാണ് വലിയൊരു സീക്രട്ട് എനിക്ക് അറിയേണ്ടത് കുഞ്ഞാറ്റയുടെ കയ്യിൽ നിന്ന്. ഈ ആദ്യം എല്ലാരും മോട്ടിവേഷൻ തന്നു. മോട്ടിവേഷൻ കൊണ്ടാണ് ഇങ്ങനെ Motivation തന്നു. കണ്ടോ? അതാണ് ആ ഒരു എനർജി. അത് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചേഞ്ചും ഇല്ലാതെ, എന്താ മേള് പാടിയാലും താഴെ പാടിയാലും ആ എനർജി അതുപോലെ നിൽക്കുകയാണ്. താങ്ക് യു. അടിപൊളി, താങ്ക് യു. മിടുക്കി. താങ്ക് യു. നല്ല ക്ലാരിറ്റി. കുഞ്ഞാറ്റെ പോലെ ലോകത്ത് കുഞ്ഞാറ്റ മാത്രമേ ഉള്ളൂ. അത് Yes. പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞാറ്റേതരായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടാവും കുറച്ച് Yes. നാള് കഴിയുമ്പോ. Yes. അത് നല്ലൊരു സ്ഥാനമായിരിക്കും. താങ്ക് യു സാർ. യെസ്. കുട്ടൻ, മാർക്ക് പറയൂ കുട്ടൻ. ഉം. മാർക്ക് പറയൂ കുട്ടൻ. കുഞ്ഞാറ്റാ, going to be awarded 100 on 100 today. മധുര മഴ. ഒരു വിശേഷം പറയാനുണ്ട്. ആ, എന്താണ് വിശേഷം? ഞാനും എന്റെ വീട്ടുകാരും എല്ലാരും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയി. തൊഴാൻ പോയിട്ട് എന്താ ഞങ്ങൾ എത്തിയപ്പോ കുറച്ച് വൈകി. അപ്പൊ ഇങ്ങനെ അഴിയിൽ ഇങ്ങനെ നിർത്തിയേക്കൂലെ ക്യൂവില്. അപ്പൊ അങ്ങനെ നിക്കണേണ്. അപ്പൊ ഉച്ചപൂജക്ക് ടൈമായി, ഞങ്ങള് വൈകിയല്ല. അപ്പൊ നട അടക്കും. ഉച്ചപൂജ ചെയ്തുകൊണ്ട് നട അടച്ചിട്ട് 1 മണിക്കൂർ എന്നിട്ടേ തുറക്കുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഇപ്പുറത്തുള്ള ക്യൂവിലുള്ള ആൾക്കാരെ എല്ലാരും തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് അപ്പം എന്താണ് അത് കഴിഞ്ഞിട്ട് അവരെ അടച്ചില്ല. പിന്നെ ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമമായി പെട്ടെന്ന്. അത് എന്താണ് കൊറേ നേരം നിക്കണല്ലേ, രാവിലെ കുറച്ച് വൈകിയാണ് എന്തായാലും. എന്താണ് വിഷമമായി. എന്നാലും അത്ര നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അതെ. അതെ. അപ്പൊ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണേണ്. അപ്പൊ ഈ കുടിവെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന ചേച്ചി വന്നിട്ട് ചേച്ചി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണാണ്. അപ്പൊ എന്നെ കണ്ടിട്ട് ടോപ്പ് സിംഗറിൽ പാടണ കുഞ്ഞാറ്റയല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നേരെ സെക്യൂരിറ്റി അങ്കിളുടെ അടുത്ത് പോയി പറഞ്ഞു എന്താണ് ടോപ്പ് സിംഗറിൽ പാടുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സെക്യൂരിറ്റി അങ്കിൾ വന്നിട്ട് ഞങ്ങളുടെ ക്യൂ തുറന്നു തന്നു. ആ ക്യൂവിലുള്ള എല്ലാവർക്കും. അതെ കുഞ്ഞാറ്റ കാരണം അല്ലേ? കൊള്ളാം. ഇതൊരു തുടക്കം മാത്രം. അതെ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അതെ. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോമിസ് ഇല്ലേ എന്റെ കൂടെ പാട്ട് പാടാന്ന്? അതെ. അതാരായിരുന്നു പറഞ്ഞ? ഞാനാണോ കുഞ്ഞാറ്റാണോ പറഞ്ഞത്? ഞാനാ പറഞ്ഞു. ആ, കുഞ്ഞാറ്റ കിളി. ഏതായിരുന്നു പാട്ട് നമ്മുടെ? ധിമി ധിമിത. പാടാം. പണ്ടല്ലേറെ മുമ്പല്ലെന്ന് വെള്ളം വന്ന നേരത്ത് അന്നം വിട്ട് നിന്നു നമ്മളമ്പോവാകെ ബേജാറ്. പണ്ടല്ലേറെ മുമ്പല്ലെന്ന് വെള്ളം വന്ന നേരത്ത് അന്നം വിട്ട് നിന്നു നമ്മളമ്പോവാകെ ബേജാറ്. ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത്, ചങ്കും കൊണ്ട് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നത് ആരാണ്? പിള്ളേരാണ് മണ്ണിനൊറ്റ മക്കള്. ധിമി ധിമി ധിമിടാ, 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 ധിമി 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 ധിമിടാ, ധിമി 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 ധിമിടാ, ധിമി ധിമി ധിമിടാ, ധിമി 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 ധിമിടാ, ധിമി 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 ധിമിടാ. കൊള്ളാം, നന്നായിട്ടുണ്ട്. കൈനീട്ടതല്ലേ? ലാസ്റ്റ് കൈനീട്ടതല്ലേ? അത് നന്നായിട്ടുണ്ട്, വളരെ നന്നായി. രണ്ടുപേരും കയ്യിൽ നിന്ന് ഇടുന്ന നന്നായി. ടീംസ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു നിമിഷം കണ്ണുകൾ ഇങ്ങനെ ഉടക്കി നോക്കി, ഞാൻ പാടിയത് ശരിയാണോ, കുഞ്ഞാറ്റ എന്നെ നോക്കി, ഞാൻ പാടിയത് ശരിയാണോ. പക്ഷെ ഭയങ്കര സുഖമുണ്ട് കേട്ടോ പാടാൻ. കുഴപ്പമില്ല, സമാധാനായി. രണ്ടുപേരും പാടിയത് ശരിയായില്ല. അവള് കറക്റ്റ് പാടി, ഞാനാ തെറ്റിച്ചത്. കുറച്ച് എക്സ്ട്രാ പാടി ഞാൻ. രണ്ടുപേരും നന്നായിട്ട് പാടി. അതെ. അപ്പൊ കുഞ്ഞാറ്റ കിളി, താങ്ക് യു സോ മച്ച്. ആര്യ ചേച്ചി, താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ട് നിങ്ങളുടെ കോംബോ. എനർജി. അതെ, രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ. അടുത്ത ആര്യ ചേച്ചിയുടെ ഫേവറേറ്റ് ഒരാളെ വിളിക്കാം.
റിജ്വൽ. റിജ്വൽ എത്തുന്നു. ആരോ റിജോയാ അതെ. റിജോയ് വിളിച്ചോളൂ. നന്നായി വിളിച്ചോളൂ. Welcome റിജ്വൽ on stage. എടാ അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അവര് കേക്ക് കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. റിജ്വൽ ബേബി, എന്തോ എന്റെ കയ്യില് കണ്ടോ എന്താന്ന്? പ്ലം കേക്കും ആ പിന്നെ ക്രീം കേക്കും. ആ, പിന്നെ പാട്ട് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. ക്യാരറ്റ് കേക്ക്. കുട്ടൂസ് കേക്ക് കൊണ്ടുവന്നതേ തരാൻ വേണ്ടിട്ടാ. പാട്ട് കഴിഞ്ഞിട്ട് തരുമല്ലോ. പാട്ട് കഴിഞ്ഞ് ഉറപ്പായിട്ട് തരും. തരും. കേക്ക് കഴിച്ചിട്ട് നീ പോയാ മതി. ഏത് കേക്കാ വേണ്ടേ? ഏതായാലും പ്രശ്നമില്ല. വലിയ ഇഷ്ടാ. പ്രശ്നമില്ല. ക്യാരറ്റ് കേക്ക് ഇഷ്ടമാണോ? ക്യാരറ്റ് കേക്ക് ഇതുവരെ തിന്നിട്ടില്ല, അതുകൊണ്ട് ആ. ഇപ്രാവശ്യം ടേസ്റ്റ് അറിയാം. നമുക്ക് കഴിച്ചു നോക്കാം. യെസ്. റെഡ് വെൽവെറ്റ് കേക്ക് ഇഷ്ടമാണോ? ആ. പിന്നെ പ്ലം കേക്ക് ഇഷ്ടമാണോ? പ്ലം കേക്ക് അതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ആ തലയാട്ടല്. റിജ്വൽ ബേബി, ഞാൻ ഒരു വിശേഷം പറയട്ടെ. ആ പറഞ്ഞോ. ടോപ്പ് സിംഗറിന്റെ ഒരു വലിയ ഫാൻ ഉണ്ട്. ആ. ആ ആന്റിയുടെ പേര് സുലൈഖ എന്നാണ്. എവിടെയാ വീട്? എന്റെ നാട്ടിലെ അവിടെ തന്നെ. ഉം. ഓക്കെ. ആ ആന്റിയുടെ ടെക്സ്റ്റൈൽസാ. ടെക്സ്റ്റൈൽസ്. ഓക്കെ. നമ്മ ആടെ പോയി. ആ. ഒരു വൈറ്റ് പാന്റ് ആയിരുന്നു വേണ്ടത്. ആ. അപ്പൊ അത് ആടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ. എന്നിട്ട് നമ്മ ഇല്ലത് എടുത്തിട്ട് പോയി. ഇല്ലത് എടുത്തിട്ട് പോയി. ഇല്ലത് എടുത്തിട്ട് പോയി. എന്നിട്ട് വീട്ടിലൊരു 9:30 ആവുമ്പോണ്ട് ഒരാള് ബെല്ലടിക്കുന്നത്. ആ. അപ്പൊ നോക്കുമ്പോണ്ട് സുലേഖ ആന്റി സുലേഖ ആന്റിയും സുലേഖ ആന്റിയുടെ മോനും. വെള്ള വെള്ള പാന്റ് വന്നു. പാന്റും എടുത്തിട്ട്. ആ ഈ ഡ്രസ് ഓ, ആണോ? ആ, സമ്മാനം സബാഷ്. കിട്ടിയതപ്പോ. അത് ശരി. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഒരു ചോക്ലേറ്റും തന്നു, പിന്നെ ഒരു ഉമ്മയും തന്നു. ഷോ. അത് ശരി. ആഹാ, കൊള്ളാലോ. കോളടിച്ചല്ലോ. കാർഗോസ് ആണ്, കാർഗോസ് ആണ്. അല്ല, പാന്റാ. പാന്റ് ആണ്. പോക്കറ്റ് ഉണ്ട്. ഇത് വൈറ്റ് കളർ അല്ല അല്ലേ? ക്രീം. ക്രീം. കളർ. ക്രീം. ആ. പക്ഷെ എങ്ങനെ പോക്കറ്റിലോട്ട് ഇടാൻ നമ്മളിങ്ങനെ കുനിയണ്ടേ? മിഠായി മഴ വീണാൽ അവൻ അതെ, പെറുക്കി വാരി എടുത്ത് എടുത്ത് വെക്കാനാണ് അത്രയും പോക്കറ്റ്. അതാണ് ആ പരിപാടി. അല്ല, അല്ല. സ്റ്റൈലിന് ഇട്ടതാണല്ലേ. അതെന്റെ പാട്ട് പാടിയാലൊക്കെ മധുരമഴ പെയ്യും. മധുരമഴ പെയ്യിക്കോ? നോക്കാം. അറിയില്ല, ഇന്നറിയില്ല. നോക്കാം. നോക്കല്ല, പെയ്യിക്കൊന്ന് പറയേ. ചെലപ്പോ പെയ്യുമായിരിക്കും. അങ്ങനെ പറയരുത്. എല്ലാരും പെയ്യിക്കും. ആയിരിക്കും ആയിരിക്കും. ആ, എന്ന് പക്ഷെ പറയുന്നുണ്ട് എനിക്ക് അത്ര ഇപ്പൊ. ഉറപ്പില്ല. ഇന്ന് മധുരമഴ പെയ്യെന്ന് പറഞ്ഞ പാടിക്കോ. പെയ്യ്. ആ. ഓക്കെ. റിജുവലിന്റെ പരിപാടിയല്ലേ? പോയി ഇടിക്കുക, പോയി വഴക്കൂടുക. അല്ലേ? ഞാനിപ്പോ അതെല്ലാം നിർത്തി. നിർത്തിയ നല്ല കുഞ്ഞായി. ഞാനിപ്പോ നല്ല അതെല്ലാം കുഞ്ഞായോ? നിർത്തി. അപ്പൊ സാംസോണിക്ക് നല്ല ഇടി കൊടുത്തോ? ഞാൻ ഇന്നലെ കൊടുത്തിട്ടില്ല. മിഞ്ഞാന്ന് കൊടുത്തു. അപ്പം ഓരോ ദിവസം എല്ലാ ദിവസവും കൊടുക്കും അല്ലേ? അല്ല, ഇന്നലെ ഹലോ കൊടുക്കാൻ- കിട്ടുന്ന ദിവസം കൊടുക്കും. ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല. ഇന്നലെ പക്ഷെ ഇന്നലെ ഞാൻ അവന് കൊടുത്തിട്ടില്ല. പക്ഷെ അവനെ കണ്ടിട്ടില്ല. ഓ, കണ്ടിട്ടുമില്ല, അതുകൊണ്ട് കൊടുത്തിട്ടുമില്ല. കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കൊടുക്കട്ടെന്നില്ല. ഇല്ല ഇല്ല, ഇനി ഇടിക്കൊന്നുമില്ല. നല്ല കുട്ടിയായി അല്ലേ? കഴിഞ്ഞ സീസണിലെ കേരേട്ടന്റെ പോലെയായിരുന്നു. ഇപ്പൊ എല്ലാം നല്ലവനായി. അതെ. അതെ. അയ്യോ, അവൻ നല്ലവനായ പോലെയാണോ? അപ്പൊ പാട്ട് ഏതാണ്? കിളി ചിലച്ചു. കിളി കിളി ചെലിച്ചു. ചിലച്ചു. എന്തിനാ ചെലിച്ച്? പാട്ടില് പാട്ടില് പാട്ടിലാണ് ചെലിച്ചു. ആ, ഓക്കെ. എന്നിട്ട് ചെലിച്ചിട്ട് കൈ വള ചിരിച്ചു. ചിരിച്ചു. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഡീറ്റെയിൽസ്. പിന്നെ ഡീറ്റെയിൽസ് പറഞ്ഞോ. സിനിമ സമസ്യ, ഇയർ 1976. ആ. മ്യൂസിക് ഉദയഭാനു സാറ്. ഉം. ലിറിക്സ് ONV കുറിപ്പ് സാറ്. പാടിയത് യേശുദാസ് സാറ്. എന്നാ പിന്നെ തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ്. All the best. മുകളിലേക്ക് ഒന്ന് നോക്കി ഒന്ന് പറഞ്ഞേക്കാം. മധുരമഴ പെയ്യണേ എന്നൊന്ന്. വീണേ. അതെ. മേലേക്ക് മഴ പെയ്യണേ. നീ പാടി, നീ പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കിളി ചിലച്ചു, കിലുകിലെ കൈവള ചിരിച്ചു. കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു. കിളി ചിലച്ചു, കിലുകിലെ കൈവള ചിരിച്ചു. കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു. കതിർ ചൂടും പൊന്നെല്ലിൻ
ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു ഒരു സുഖ നിമിഷത്തിൻ നറുമണമോ അതിലൂറും നിർവൃതി തേങ്കണമോ പ്രിയമൊഴി നിന്നാത്മാവിൽ നിറഞ്ഞു നിന്നു ഇതിലേ വാ തിന്നലേ ഇതിലേ വരൂ ഇവളെ നിൻ മുത്തുകളാൽ അലങ്കരിക്കൂ കിളി ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു കിളി ചിലച്ചു കിലുകിലെ കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വച്ചു റിജുവൽ കുട്ടാ, എന്തോ അയ്യോ ഞാനിവിടെ ഇല്ലാട്ടാ. ഞാനിങ്ങനെ പറന്ന് ഏതോ ആകാശത്തിൽ പോയി. ആ എവിടെയാ റിജുവൽ കുട്ടൻ എന്നെ അങ്ങനെ കൊണ്ടുപോയത്? ഓ, ഇതിലേ വരൂ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ കൂടെ വരാനല്ല പറഞ്ഞത്, ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു പോകാനാ പറഞ്ഞത്. അസാധ്യമായിരുന്നു അവിടെയൊക്കെ പാടിയത്. താങ്ക് യു. ഒന്നുകൂടെ കൊതിയാണേ, ഒന്നുകൂടെ പാടി കേൾപ്പിക്കാമോ? ഇതിലേ വാ നിലാവേ നീ ഇതിലേ വരൂ ഇവളെ ശബാഷ്. പൂക്കളാൽ അലങ്കരിക്കൂ. സൂപ്പർ കലക്കി. താങ്ക് യു. നേരത്തെ എഴുന്നേറ്റ് നിക്കണമെന്ന് വിചാരിച്ചതാണ്, ഇപ്പഴാ പറ്റിയത്. ഇതൊന്നുകൂടി കേട്ടിട്ട് വേണമെന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, ആ സൂപ്പർ. താങ്ക് യു. അത് മാത്രമല്ല, റിജുവൽ കുട്ടൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിരുന്നു, പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ചില വരികളൊക്കെ സോഫ്റ്റ് ആയിട്ട് പാടണമെന്ന്. ഇതിലും പ്രിയമൊഴി എന്ന് പാടിയില്ലേ, അത് റിജുവൽ കുട്ടൻ ഭയങ്കര ഭാവസാന്ദ്രതയിൽ പാടി. താങ്ക് യു. അതെങ്ങനെയാ മധുരമൊഴി പാടിയത്? കതിർ ചൂടും പൊന്നെല്ലിൻ മാർമരമോ ആ കരളിലെ പുളകത്തിൻ ആഹാ. ആ മധുരം. ആ, അതാണ്, അതാണ്. ആ, Thank you. വാ. അതുപോലെ തന്നെ തേൻ കണമോ എന്ന് പാടിയിട്ട് പ്രിയമൊഴി കേൾപ്പിക്കാമോ? അതിലൂറും നിർവൃതി തേൻ കണമോ പ്രിയമൊഴി നിന്നാത്മാവിൽ നിറഞ്ഞു നിന്നു. റിജുല, നീ നമ്മുടെ പ്രിയപ്പെട്ടവനാടാ. ഉജ്ജ്വലനാണ് നീ, ഉജ്ജ്വലൻ. താങ്ക് യു. അല്ലെ, ഇത് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാവോജ്വലമാണ്. അതെ യെസ്. അതെ, അല്ലേ? അത് മാത്രമല്ല, അവനൊരു തേജസ് ഉണ്ട്. ആ ഭാവത്തിന്റെ ഒരു തേജസ് വരുന്നു. വോളിംഗ് കൂട്ടേണ്ടത് കൂട്ടുന്നു, അതെ, എല്ലാം വേണ്ടത് പഠിച്ചു. കുറയ്ക്കുന്നു. മിടുക്കനായിട്ട് ഡൈനാമിക്സ് ഒക്കെ അതെ വർക്ക്ഔട്ട് അതെ ചെയ്ത് ആ അതെ ശ്രദ്ധ ഭയങ്കരമായിട്ട് കൂടി ശ്രദ്ധ പാട്ടിന്റെ എത്ര കൂടിയിട്ടുണ്ട്. അതെ അതെ. ഇരട്ടി ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പൊ പഴയ പാട്ട്. റിജ്വലൊന്നും അല്ല ഇപ്പൊ. അല്ലേ? ഗ്രൂമേഴ്സ് ഒക്കെ നല്ലോണം പറഞ്ഞിരുന്നോണ്ടാ. ഇതൊന്നും എന്റെ അല്ല, ഇതൊക്കെ അവരുടെയാണ്. എന്താ അത് സൂപ്പറാണ്, അതിന്റെ മനസ്സാണ്, ശുദ്ധമാണ്. അതെ താങ്ക് യു. ആ, ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഉദയഭാനു സാറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അതെ അതെ, ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യനാണ്, ഗ്രേറ്റ് സിംഗറാണ് അദ്ദേഹം. നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. നല്ല ഹ്യൂമൻ ബീങ് ആണ്. യെസ്. ഒത്തിരി പാട്ടുകൾ എനിക്ക് അദ്ദേഹം കമ്പോസ് ചെയ്തത് ഇഷ്ടമാണ്. സിനിമയ്ക്ക് മാത്രമല്ല, ഓൾ അല്ലാതെ. ഇന്ത്യ Yes, yes, yes. റേഡിയോയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ
കോറൽ അതെ. ഗാനങ്ങളും അദ്ദേഹം ചെയ്തത്, അതെ അതെ അദ്ദേഹം പാടിയ പാട്ടുകൾ, ഇതൊന്നും നമുക്ക് ശരിക്കും, അതെ. മറക്കാൻ പറ്റാത്തതാണ്. എനിക്ക് ഒരു പെയിൻ ഉണ്ടാക്കിയ ഒരു നിമിഷമുണ്ട്. അതായത് ഉം. ഇതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ ഞാനും ഉദയഭാനു സാറും ഉണ്ട്, സാറും ഉണ്ട് ജഡ്ജ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ പോഡിയം ഉണ്ടല്ലോ, അത് കുറച്ച് നല്ല ഉയരത്തിലായിരുന്നു. അതിന്റെ പിന്നിൽ ഒരു കുഴി പോലെയായിരുന്നു. ഓ അപ്പൊ ഇങ്ങനെ ഇത് കമന്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എണീറ്റു. അപ്പൊ അതിനിടയിൽ അറിയാതെ അദ്ദേഹം കുറച്ച് ബാക്കിലോട്ട് പോയി. അയ്യോ അങ്ങനെ അങ്ങോട്ട് വീണു. അയ്യോ. അത് ഒരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. ഓ ഗോഡ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അതൊരു അദ്ദേഹത്തിന്റെ വഴികളിൽ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ ഒരു തളർച്ചയായിരുന്നു. അത് കണ്ടു നിന്നു എന്നുള്ളത് ആണല്ലേ? ഇങ്ങനെ ഇപ്പോഴും ഇന്നും എനിക്ക് അതൊരു പെയിനാണ്. അതിനുശേഷം പിന്നെ ഒരു ആള് ഡള്ളായി പോയി. പിന്നെ ഡള്ളായി പോയി. അങ്ങനെയാണ് ഉദയഭാനു സർ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ചില നിമിഷങ്ങൾ നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഓർക്കുന്നു, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു. ഉജ്വൽ കൂട്ടാ, സോറി റിജ്വൽ. ഇപ്പൊ ഉജ്വൽ എന്നായി പോയി. കറക്റ്റാ വിളിച്ചത്. ആ പേര് കറക്റ്റ്. റിജ്വൽ അല്ല, ഉജ്വലാണ്. ഉജ്വൽ അങ്ങനെ വരുന്നത് എനിക്കിപ്പോ. അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി. ആ ടേക്കിൽ ചെറിയൊരു വെള്ളി വീണു എന്ന് മാത്രം ഒരു കുഴപ്പം എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി ഭൂരിഭാഗവും നല്ല ഭാവത്തോടു കൂടി നല്ല കൃത്യതയോടെ പാടി. ഞാൻ ഇവിടെ സൂപ്പർ സൂപ്പർ എന്ന് എഴുതി വെച്ചിരിക്കുക. നിലാവേവ ഇതിലേ വരൂ, ഇവളെ നിൻ പൂക്കളാൽ അലങ്കരിക്കൂ. അതായത് അനുപല്ലിയുടെയും ചരണത്തിന്റെയും സെക്കൻഡ് ഹാഫ് ബ്യൂട്ടിഫുൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റോട് മുമ്പോട്ട് പോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മിടുക്കൻ. കുഞ്ഞൂസേ, ആ ബ്രെത്ത് കപ്പാസിറ്റി വേറെ ലെവൽ. ഞാൻ വെച്ചു ഓക്കെ, ശ്വാസം തീർന്നു. കാരണം മുന്നത്തെ പാട്ടൊക്കെ പാടിയപ്പോഴത്തേക്കും അങ്ങനെയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, ശ്വാസം തീർന്നു, കുഞ്ഞു ലങ്സ് അല്ലേ, കഴിഞ്ഞു. പക്ഷെ ഇതിപ്പോ പാടിയപ്പോഴത്തേക്ക് ഇത് നിറച്ച് ശ്വാസം പിന്നെയും ബാക്കി. എന്റെ അമ്മ ഞെട്ടിയിട്ടോ. കണ്ണു വെക്കണ്ടേ ആര്യക്കുട്ടി? ഞാൻ കണ്ണു വെക്കും. മിടുക്കൻ, മിടുക്കൻ കേട്ടോ. നല്ല ഭാവം, ഇൻവോൾവ് ആയിട്ടാ പാടുന്നത്. ഭയങ്കര അതിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ചത് അറിയാനുണ്ട് കേൾക്കുമ്പോ. ഐ എം പ്രൗഡ് ഓഫ് യു. എന്തൊരു സ്നേഹം. കുട്ടൂസിനോട് മാത്രമല്ല, നിങ്ങളോട് എല്ലാരോടും ഉണ്ട് സ്നേഹം. പിന്നെ ശരിക്കും പ്രകടിപ്പിക്കുന്നില്ലല്ലോ. അത് നിങ്ങൾ ഉമ്മ കൊടുക്കാത്തതിന് എന്ത് ചെയ്യാനാണ്? കണ്ടോ, ഇപ്പൊ കിട്ടിയില്ലേ? കിട്ടി. ഉജ്വല, എന്തോ ഉജ്വലിനൊരു മധുരം തരണം ഈ പാട്ടിന്. ഇത് കുട്ടൂസിന് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. അതെ, അതാണ് അങ്കിള് തരണം കേട്ടോ. ഇത് കുഞ്ഞൂസല്ല, നമ്മൾ എല്ലാരും കൂടെ തരുന്നതാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റാ. കഴിച്ചോ, എടുത്തോ. അമ്മയ്ക്ക് ഇത് കൊടുത്തു. സന്തോഷല്ലേ? സന്തോഷം. ഇനി ക്രിസ്മസിന് കേക്ക് കിട്ടിയില്ല എന്ന് പറയരുത്. ഇനി എന്ത് വേണം ക്രിസ്മസിന്? ക്രിസ്മസ് അടിച്ചു പൊളിക്കണം. മാർക്ക് കിട്ടുമോ നോക്കണ്ടേ? നല്ല മാർക്കാണോ? എത്ര, ഒരു 98 ഒക്കെ കിട്ടിയാ നല്ല മാർക്കല്ലേ? അവൻ 98 സൂപ്പർ മാർക്കാണ്. അത് മതിയോ? ആ മതി. ശരി, 98 കൊടുത്തേക്കാം. ആഗ്രഹം പോലെ കിട്ടിയല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട മാർക്ക് 98 ആണെന്ന് തോന്നുന്നു റിജ്വൽ കുട്ടന്. അതെ, 99 ഇഷ്ടം. ഇഷ്ടാണോ? 100 ഇഷ്ടല്ലേ? 100 ഭയങ്കര ഇഷ്ടം. പക്ഷേ ക്രാക്ക് ഒക്കെ വീണില്ല, അതുകൊണ്ട് ക്രാക്ക് വീണത് കൊണ്ട് നമുക്കൊന്നാ നോക്കാം. കൊടുത്തേക്കാം കുട്ടഞ്ഞേട്ടാ. മധു 98 അല്ലേ? 98 കൊടുത്തു തരട്ടെ. ക്രാക്കാണ് ഒരു വലിയ പ്രശ്നം. ക്രാക്ക് പ്രശ്നമാണ്. പക്ഷെ മഞ്ഞല്ലേ, തണുപ്പത്ത് ക്രാക്ക് ഒക്കെ വരും. ഇത്രയും മഞ്ഞ് പെയ്ത് കിടക്കുന്നതുകൊണ്ട് ക്രാക്ക് വരും. സ്വർണ്ണൊക്കെ വീഴുന്നുണ്ട്. തണുപ്പായോണ്ടാണല്ലേ? അതെ, സ്നോ. റുജ്വൽ കുട്ടൻ going to be awarded 100 on 100 today. ഒരങ്ങനെ ഒരു മധുരമഴ. എങ്ങനെയുണ്ട്? കൊള്ളാം. കേക്കിന്റെ അപ്പുറം മുട്ടായി. യെസ്, ലക്കി ഡ്രസ്സാണ്. ടോപ്പ് സിംഗറിൽ
ജേണിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരുടെ ജേണിയിൽ ഇങ്ങനെയുള്ള ചില വണ്ടർഫുൾ ആയിട്ടുള്ള മോമെന്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് 100/100 തന്നെ കൊടുക്കണം. യെസ്. എക്സ്ട്രാ ഓർഡിനറി സിംഗിങ് ആയിരുന്നു. മാത്രം നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിച്ചു. ദ ജേർണി ഇസ് ഇമ്പോർട്ടന്റ് ദാൻ ദ ഡെസ്റ്റിനേഷൻ. യെസ്. യെസ്. അതില്ലേ നേരത്തെ ഒരു ആന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ സുലേഖ ആന്റി. ആന്റിക്കും ആ ആന്റിയുടെ കുടുംബത്തിനും ഒരു ഹായ് കൊടുക്കുവോ? സുലേഖ ആന്റി അതിന്റെ കുടുംബത്തിനും കുടുംബത്തിനും എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. ഹായ്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ. ഇത് മാത്രല്ല അയ്യോ. ഒരു ഹാപ്പി കാര്യവും കൂടി ഇനി ഒരു 100 കൂടെ അടിച്ചാൽ ഹാട്രിക് ആവും. കഴിഞ്ഞ തവണ 100 ആയിരുന്നല്ലേ? ആ കഴിഞ്ഞ തവണ 100 ആയിരുന്നു. ഹാട്രിക് ചാൻസ്. അതെ. ക്രിക്കറ്റ് കളിക്കുന്ന ആളല്ലേ? ഇതിപ്പോ ഹാട്രിക് ചാൻസ്. അയ്യോ ഈ 100 അടിക്കുക എന്നുള്ളത് റിജ്വലിന്റെ ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. മാറട്ടെ. അതെ, വേറൊരു ലക്കി കാര്യം കൂടി ഉണ്ട്. ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ റിജ്വൽ കുട്ടനാണ്. ആരാ വരണ്ടേ ഇവിടുന്ന് പെർഫോമർ ഓഫ് ദ ഡേ തരാൻ? മൂന്നാളി ഒരുപോലെ ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം കുട്ടൂസാണല്ലോ തന്നത്. ആ അതാ. അപ്പൊ ഇപ്പൊ ആരാ വേണ്ടേ? മധു സാറ്. ഓക്കെ, ഐ ആം കമിങ്. മനസ്സിലായില്ലേ? നിന്റെ പല്ലുകൾ കാണട്ടെ. തുടങ്ങി. ഹായ് തിളങ്ങുന്നല്ലോ. പല്ലുകൾ തിളങ്ങുന്നുണ്ടല്ലോ, ഇതുപോലെ തിളങ്ങുന്നുണ്ടല്ലോ. ഇതാ പിടിച്ചോളൂ, വില്ലി വൈറ്റ്. ഇനിയും തിളങ്ങും. അതിനകത്തോട് ഇട്ടോ പൊട്ടായി. അത് മിഠായിന്റെ അകത്തേക്ക് ഇട്ടോളൂ. റിജ്വൽ കുട്ടന് വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു മധു. ടാറ്റാ. അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ടോപ്പ് സിംഗറിലെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ടോപ്പ് സിംഗറിലെ ക്രിസ്മസ് വൈബും ക്രിസ്മസ് സെറ്റും ഒക്കെ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ എൻജോയ് ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.